ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്ത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, ഇൻറ്റഗ്രൽസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ പല ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്ത് ഒരു 3 മാർക്ക് 4 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 30 മാർക്കിനടുത്ത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് പല ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ക്ലബ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി പറയുന്നു, കുറച്ച് കുട്ടികൾ പാസ് മാർക്കിനുള്ളത് എന്താ പഠിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മെട്രിക്സിലെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആണോ നോക്കുന്നൊരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ഇതുവരെ വന്നിട്ടുണ്ട്. 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അത് പഠിക്കണം. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എക്സും വൈയും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് ഡിറ്റർമിനൻസിന്ന് 6 മാർക്കിനും ചോദിക്കാറുണ്ട്. അത് 100% ഇതുവരെ, ഞാൻ പറയുന്നത് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് ഗ്രാഫ് 6 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇതും കൺഫേം ആണ്. ഇത്ര ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ പ്രോബബിലിറ്റിയിൽ നിന്ന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്ന് 4 ടോപ്പിക്ക് പഠിച്ചാൽ മാക്സ് 20 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് ആദ്യം പോയിട്ട് പഠിക്കുക. ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, സിമെട്രിക്ക് ഇതിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ താഴെ നമ്മുടെ എഡ്യു വാലറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ചാനലുണ്ട്, താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കാണത്. ആ ചാനലിൽ, ആ കമൻറ്റ് ബോക്സിലുള്ള ആ ചാനലിൽ ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എഡ്യു വാലറ്റിൻ്റെ ആ ഒരു വാട്സപ്പ് ചാനലിലേക്ക് കയറാം. അവിടെ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ 4 ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കുക. പ്രോബിലിറ്റിന്ന് ഒരു ക്വസ്റ്റ്യൻ, LPPന് ഗ്രാഫിൻ്റെ പ്രോബ്ലം, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം, ഇങ്ങനെ ഈ 4 ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ട ആ 4 ക്വസ്റ്റ്യൻസ് 4 വീഡിയോസ് ഞാൻ ആ ഗ്രൂപ്പിൽ കൊടുക്കാം. അപ്പോൾ നേരെ പോയിട്ട് ഈ 4 പഠിക്കാത്തവർ ഇതാദ്യം പഠിച്ച് കൺഫേം ചെയ്യുക. ഇതുവരെ ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം എല്ലാ പേപ്പറിലും വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കാത്തവർ പഠിക്കുക. ഒരു 20 മാർക്ക് വാങ്ങുന്നുള്ളവർ ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാനിതിൽ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ 4 ടോപ്പിക്ക് എത്രയും വേഗം പോയിട്ട് പഠിക്കാത്തവർ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: കൺസിഡർ ദ റിലേഷൻ R ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. R എന്നാണ് റിലേഷൻ തന്നിട്ടുള്ളത്. ഇത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവർ പറയുന്നുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യ 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന ആൾക്കാരാണ് നാച്ചുറൽ നമ്പേഴ്സ്. തന്നിരിക്കുന്ന റിലേഷൻ ഇതാണ്. ഈ റിലേഷൻ്റെ പ്രത്യേകത R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ എയും ബിയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൽ എ ബി എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ നമ്പേഴ്സൊക്കെ ഇതിൽ വരും. അതിൽ ഒരു സൂചന ഇതാണ്: ഏത് എയും ബിയും എടുത്താലും ആ എയും ബിയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് 6 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. സോ എയും ബിയും എടുക്കുക. നിങ്ങൾ R എന്ന് പറഞ്ഞ റിലേഷൻ്റെ ഉള്ളിൽ ആരെ വേണമെങ്കിലും ഇങ്ങനെ കോമട്ടിട്ടൊക്കെ എഴുതിക്കോ. പക്ഷേ എന്താണ് സൂചന? ഇതിൽ 2 നമ്പേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ 2 നമ്പേഴ്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. 6ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 6 എങ്ങനെയൊക്കെ കിട്ടുക? 1 × 6 6 ആണ്, 2 × 3 6 ആണ്, പിന്നെ അങ്ങനെ ഇതല്ലേ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ആയിരിക്കണം. സോ ഡിറ്റർമിൻ വെദർ ദ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. അങ്ങനെ നോക്കിയിട്ട് ആ റിലേഷൻ R എഴുതിയിട്ട് ഇത് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം 3 മാർക്കിന് എല്ലാ കൊല്ലവും ചോദിക്കാറുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടുണ്ട്, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതോട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കണം, ദെൻ സിമെട്രിക്, ദെൻ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് മൊത്തം എഴുതുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ നമ്മളൊന്ന് ആദ്യം എഴുതുക. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? A, ബിലോങ്സ് ടു R ആയിരിക്കണം. A, എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എടുത്താൽ അത് R എന്ന് പറഞ്ഞ റിലേഷൻ്റെ ഉള്ളിൽ വരണം. അപ്പം ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? എടുത്തോളൂ, രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ Rൻ്റെ ഫാക്ടർ ആവണം. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നു, ഇപ്പോൾ ഒരു 6,6
ഇത് റിലേഷൻ്റെ ഉള്ളിൽ വരുമോ? 6 × 6 എന്ന് പറയുന്നത് 36 ഇപ്പോൾ 6ഉം 6ഉം എടുത്തു. അപ്പോൾ 6 6 എടുത്തു കഴിഞ്ഞാൽ അത് 36 നമുക്ക് വരും. ഈ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ ഫാക്ടർ ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 36 ആണോ? 36 നമുക്ക് കിട്ടി. ഈ 36 ഫാക്ടർ ഓഫ് 6 ആണോ, 6ൻ്റെ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ എന്താർത്ഥം? 36 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുമോ? അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 6ൻ്റെ ഫാക്ടേഴ്സ് 1 × 6 6 ആണ്, 2 × 3 6 ആണ്. ഇനി വേറെ ഒന്നുമില്ല. അതായത് ഫാക്ടേഴ്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1 2 3 and 6 ഇവരാണ്. ഇതിൽ 36 വരുന്നില്ല. ഇനി അതല്ല നിങ്ങൾ 2,2 എന്ന് എടുത്തോ. ഈ 2 × 2 ചെയ്യുമ്പോൾ 4 ആണ്. 4 ഫാക്ടർ ഓഫ് 6 അല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതൊന്നും ഈ റിലേഷൻ്റെ ഉള്ളിൽ വരുന്നില്ല. അതായത് R is not reflexive. റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. ഇങ്ങനെ എടുക്കണം A, A. ഇപ്പോൾ ഇവിടെ A, A എന്നുള്ളത് വരുന്നില്ല. 6,6ഓ 2,2ഓ 4,4ഓ എന്തെടുത്ത് കഴിഞ്ഞാലും ഈ റിലേഷൻ്റെ ഉള്ളിൽ വരില്ല. കാരണം അവരൊന്നും 6ൻ്റെ ഫാക്ടർ അല്ല. ഇവിടുത്തെ ഒരു മെയിൻ ഫാക്ടർ അതാണ്. A × B ചെയ്യുമ്പോൾ നമ്മളെടുത്ത ബ്രാക്കറ്റിനുള്ളിൽ 2 ആൾക്കാരും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6ൻ്റെ ഫാക്ടർ ആവണം. സോ ഇവിടെ 6ൻ്റെ ഫാക്ടറായിട്ട് ഇവരൊന്നും വരുന്നില്ല. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, ഇനി സിമ്മെട്രിക് ആണോ എന്ന് എങ്ങനെ നോക്കാം? സിമ്മെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? A, B എന്ന് പറയുന്ന ഒരാൾ Rൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെടുത്താൽ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാലും Rൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിൻ്റ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ഘടകം എന്താണ്? നമ്മൾ എടുക്കുന്ന ആൾ എയും ബിയും എടുത്തോ ഈസ് എ ഫാക്ടർ ഓഫ് 6 ആവണം. ഫാക്ടർ ഓഫ് 6 എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം? 1 2 3 6. അപ്പോൾ നമുക്ക് ഉള്ള ഒരാളെടുക്കാം. ഇപ്പോൾ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഇവരിലുള്ള ഏതെങ്കിലും 2 എടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2ഉം 3ഉം 2ഉം 3ഉം ഈസ് ഇറ്റ്സ് ബിലോങ്സ് ടു R. 2, 3 is a factor of 6. 2 × 3 ചെയ്യുമ്പോൾ 6ൻ്റെ ഫാക്ടറാണ്. പക്ഷെ തിരിച്ചിട്ട് നോക്കിയേ 2, 3 3, 2 ഇതും ഫാക്ടർ ഓഫ് 6 തന്നെയാണ്. അപ്പോൾ 2 × 3 ചെയ്താൽ 6, 3 × 2 ചെയ്താലും 6. 6 എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് 6 ആണ്. അപ്പോൾ സിമ്മെട്രിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഉള്ള ഒരാളെടുക്കുക. ഫാക്ടർ ഓഫ് 6ലുള്ളതിൽ 2 എടുക്കുക. അതിനെ തിരിച്ചിട്ടാലും കിട്ടുമെന്ന് നോക്കുക. തിരിച്ചിട്ടാൽ കിട്ടുന്നുണ്ട്. സോ ഈ റിലേഷൻ സിമ്മെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? നിങ്ങൾ ഉള്ള 2 എടുക്കുക. ഇപ്പോൾ 2, 3,2ഉം 3,2ഉം ഉണ്ട്. 3,2ഉം ഉണ്ട്. ഇനി 2 വെച്ച് തുടങ്ങണം 2,3ഉം ഇങ്ങനെ എടുത്തോ. ഓക്കെ, 3 2 എടുത്തു, 2 തുടങ്ങണം 3 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഏത് വേണം? 3 3 വേണം. കണ്ടോ? 3,2 2,3 എന്ന് എടുത്തു. 3,2 എന്ന് എടുത്തിട്ട് 2 വെച്ച് തുടങ്ങാതെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 2 എന്ന് വന്നാൽ പിന്നെ അറ്റത്തുള്ള 3 3 3 3 ബിലോങ്സ് ടു R ആണോ? 3 × 3 ചെയ്യുമ്പോൾ 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് 6 അല്ല. അപ്പോൾ ഇത് വരുന്നില്ല. ഇതിൻ്റെ അർത്ഥം ദിസ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്താ മനസ്സിലായത്? റിഫ്ലെക്സീവ് അല്ല, ഇങ്ങനെ വരുന്നില്ല. ഓക്കെ, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, പക്ഷെ സിമ്മെട്രിക് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കണ്ടീഷൻസ് ചെയ്താലും മാർക്കാണ്. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. ഇത് റിഫ്ലെക്സീവ്. സിമ്മെട്രിക്കിൻ്റെ എന്താ? A, B ഉണ്ടെങ്കിൽ B, A എന്ന് വേണം. ട്രാൻസിറ്റീവിൻ്റെ എന്താ? A, B ഉണ്ട്, B വെച്ച് തുടങ്ങണ വേറൊരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ A, C വേണം. ഇതാണ് ട്രാൻസിറ്റീവ്. ഇങ്ങനൊരു കണ്ടീഷൻ എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ഫൈൻഡ് dy/dx. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതൊരു വലിയ സംഭവം തന്നിട്ടുണ്ട്. x³ + 2x² y 3xy² എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം തന്നിട്ടുണ്ട്. ഇതിന് dy/dx കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് സെക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ റൂൾസ് മനസ്സിലാവും. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ക്ലാസ് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം x³ ഡെറിവേറ്റീവ് എഴുതുക.
എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതുക? ആ 3 താഴത്തേക്ക് ഇറക്കുക, എക്സ് എഴുതുക, 3 കുറച്ച് മുകളിൽ എഴുതുക. ഇതാണ് എക്സ് ക്യൂബിൻ്റെ. 3 എഴുതി, എക്സ് എഴുതി, 3 കുറച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പം അതിൻ്റെ കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 പുറത്തേക്ക് എടുക്കുക. ഓക്കെ, 2 പുറത്തേക്ക് എടുത്തിട്ട് ഇവരുടെ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 2 ആൾക്കാരുണ്ട്, എക്സ് സ്ക്വയറും വൈയും ഉണ്ട്. 2 ഫങ്ഷൻസ് വന്നാൽ നമ്മളവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ dy/dx കാണുമ്പോൾ 2 ഫങ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നാൽ എക്സ് സ്ക്വയർ ഒരു ഫങ്ഷൻ, വൈ വേറെ ഫങ്ഷൻ, ഇങ്ങനെ വന്നാൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. എന്താ പ്രൊഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, എക്സ് സ്ക്വയർ അതുപോലെ എഴുതിയിട്ട് രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy/dx ആണ്. പഠിക്കുക. ഇനി പ്ലസ് ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതിയിട്ട് ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം 2x. ഇതാണ് ചെയ്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ്. അതേപോലെ ഇവിടെ 3 പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് റൂള് വീണ്ടും അപ്ലൈ ചെയ്യുക. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയും. വൈ സ്ക്വയറിൽ ആദ്യം ഈ 2 താഴത്തേക്ക് ഇറക്കിയിട്ട് വൈ എഴുതണം, എന്നിട്ട് വൈയുടെ എഴുതണം dy/dx. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ് നമ്മളിത് എവിടെ എഴുതി. ഇനി രണ്ടാമത്തെ ആൾ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 × 1. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. പ്ലസ് ഇനി ഇവിടെ 4 അതുപോലെ എഴുതുക. വൈ ക്യൂബിൻ്റെ എങ്ങനെ എഴുതുക? ആദ്യം 3 താഴത്തേക്ക് ഇറക്കുക, വൈ എഴുതുക, ഒന്ന് കുറയ്ക്കുക. 3 താഴത്തേക്ക് ഇറക്കി, വൈ എഴുതി, ഒന്ന് കുറച്ചു. ഇനി വൈയുടെ എഴുതണം dy/dx. വൈ എവിടെ വന്നോ അവിടെയൊക്കെ dy/dx കൊടുക്കണം. 5ൻ്റെ ഡെറിവേറ്റീവ് നമ്പർ ഒറ്റയ്ക്കാണ് 0. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മനസ്സിലാവുന്നതിന് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി നമുക്കിവിടെ 3x² ഉണ്ട്, അതൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇട്ടോ. ഇനി ഇവിടെ നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് കൊടുക്കാം, പുറത്ത് കിടക്കണം ഇതിനെ. 2 × x² എന്താവും? 2x² എന്നാവും. 2x² ഒപ്പം dy/dx എഴുതാം. പ്ലസ് ഇനിയോ, ഇനി ഇപ്പുറത്തും കൊടുക്കണം. 2 × y × 2x. 2 × 2 എന്താവും? 4. 2 × 4, പിന്നെ എക്സും വൈയും ഉണ്ട്, xy. അതേപോലെ തന്നെ ഇവിടെ 3 × ആദ്യം ഇതിന് കൊടുക്കുക, എന്നിട്ടാണ് ഇതിന് കൊടുക്കണ്ടോ. ആദ്യം ഈ ഒരു ടീമിന് കൊടുക്കുക. അപ്പോൾ 3ഉം 2ഉം ചേർന്ന് 6 ആയി ഉണ്ടാവും കേട്ടോ. 3ഉം 2ഉം ചേർന്ന് 6, പിന്നെ xy dy/dx, xy dy/dx. ഇനി പ്ലസ്, ഇനി 3 × ഇവിടെ 1 × y² എന്നല്ലേ, 1 × y². അപ്പോൾ 3 × y² എന്ന് വരും. പ്ലസ് ഇനി ഇവിടെ എന്താവും? 4 3 12 y² × dy/dx ഈക്വൽ ടു 0. ഞാനിപ്പോൾ ചെയ്തതൊന്ന് അറേഞ്ച് ചെയ്തു, ബ്രാക്കറ്റൊക്കെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തു, 2 ടീമിനും കൊടുത്തു. പുറത്ത് കിടക്കണ ആളിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy/dxകൾ മാത്രം ഒന്ന് വട്ടിടുക. എവിടൊക്കെ dy/dx ഉണ്ടോ അതിനെ മാത്രം ഒന്ന് വട്ടിട്ട് വയ്ക്കുക. അവർ നമുക്കിനി ഇവിടെ ഇട്ട് എഴുതാം. 2x² × dy/dx ഉണ്ട്, പിന്നെ 6xy × dy/dx ഉണ്ട്. ഓക്കെ, പിന്നെ 12y² ഉണ്ട്, 12y² × dy/dx ഉണ്ട്. ഓക്കെ, ഇത്ര എഴുതി. ഇനി ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് തട്ടുക. ഈ 3 വട്ടം ഞാൻ എടുത്ത് എഴുതി. ബാക്കിയുള്ള 3x² അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും, 4xy അങ്ങോട്ട് പോകുമ്പോഴും -4xy ആവും, ഇത് അങ്ങോട്ട് പോകുമ്പോഴും മൈനസ് ആവും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മൈനസ് ആക്കി അപ്പുറത്തേക്ക് ഇട്ടു. ഇനി ഇവിടുന്ന് നമുക്ക് എല്ലാ dy/dxകളെയും കോമൺ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ട് എല്ലാത്തിനും dy/dx ഇവരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ബാക്കി ആരൊക്കെ ഉണ്ട്? 2x², 6xy, 12y² ഒക്കെ ഉണ്ട്. അതിനൊക്കെ അവിടെ വെച്ചു. ഇത് 3ഉം പുറത്ത് പോയി, ബാക്കിയുള്ള 3 ആളെ എഴുതി. ഇപ്പുറത്തുള്ള ആൾക്കാർ അതുപോലെ തന്നെ എഴുതാം.
ഇതിൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? dy/dx ആണ് കാണേണ്ടത്. സോ dy/dx ഈക്വൽ ടു, ഇത് മൊത്തം താഴത്തേക്ക് പോകും. ഇവിടെ ഇൻറ്റു ആണ്, പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഇൻറ്റു ആയിട്ടുള്ള ആൾക്കാർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ -3x² -4xy -3y² താഴത്തേക്ക് ഇവർ പോവും. 2x² 6y 12y² പോയാൽ ഇതാണ് ആൻസർ. ഇങ്ങനെ ഏത് ചോദ്യം കിട്ടിയാലും ഇതുപോലെ ചെയ്താൽ മതി. ഒരു വലിയ ചോദ്യം നമ്മൾ പഠിച്ചു, ഇങ്ങനത്തെ ചെറുതാവും വരിക, വലുത് വന്നാലും ഇതുപോലെ ചെയ്യാം. അപ്പം എന്തൊക്കെ ചെയ്തത്? ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, പുറത്തുനിന്ന് ഉള്ളിലേക്ക് കൊടുത്തു, dy/dx ഒരു സൈഡ് എഴുതി, അത് പുറത്തേക്ക് എടുത്ത് താഴത്തേക്ക് ഇട്ടു. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല കേട്ടോ. ചെറിയൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത്, അപ്പോൾ നമ്മൾ ഒരു 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. 6 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പഠിച്ചത്. ഈ 2 മാർക്കിൻ്റെ ഒരു ചെറിയ ചോദ്യം ഇതാണ്. y ഈക്വൽ ടു, ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും കണ്ടിന്യൂറ്റിയും ക്ലബ് ചെയ്തിട്ടാണ്. അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x √1 - x² എന്നൊക്കെ പറഞ്ഞു തന്നു. dy/dx കാണും. ഇങ്ങനെ വന്നാൽ ഇതുപോലത്തെ ഒരു മോഡൽ ചോദ്യം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ സൈൻ ഇൻവേഴ്സ് ആണ്, അപ്പോൾ ഇവിടെയും സൈൻ വരണം. പുറത്ത് സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലും സൈൻ വരണം. അത് വരാൻ വേണ്ടി നമ്മൾ എക്സിനെ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 × എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? സൈൻ തീറ്റ √1 - sin² കണ്ട ഇങ്ങനെ വരും. എക്സിൻ്റെ അവിടെ ഒക്കെ നമ്മൾ എന്തിട്ട് കൊടുത്തു? സൈൻ തീറ്റ. അപ്പോൾ ഇതെന്തായി? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 sin θ. ഈ കിടക്കണ √1 - sin² എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റയാണ്. +1 പഠിക്കുന്നതാണിത്, +1 ആണ്. 1 - sin² എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റയാണ് കേട്ടോ. ഇനി ഈ കിടക്കണ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 sin θ കോസ് θ എന്ന് പറഞ്ഞാൽ അത് sin 2θ ആണ്. ഈ കിടക്കണ sin 2θ ആണ്. സൈൻ ഇൻവേഴ്സും സൈനും പോയാൽ y ഈക്വൽ ടു 2θ എന്ന് വരും. y ഈക്വൽ ടു 2θ. തീറ്റ ഇവിടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോയാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ വൈയുടെ വാല്യൂ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. തീറ്റയ്ക്ക് എന്തിട്ട് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ y നമുക്ക് കിട്ടി. y കിട്ടിയത് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ്. ഇനി ഇതിൻ്റെ dy/dx കാണാൻ എളുപ്പമാണ്. dy/dx ഈക്വൽ ടു 2. അതുപോലെ ഏതാ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനൊരു ഡെറിവേറ്റീവ് ഉണ്ട്, 1/√1 - x². ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കുക, 1 - √1 - x². അപ്പോൾ എന്തൊക്കെ ചെയ്തത്? പുറത്ത് സൈൻ ഇൻവേഴ്സ് ആണ്, അപ്പോൾ എക്സിന് സൈൻ തീറ്റ കൊടുത്തു. അത് കൊടുത്തു. ഇത് കോസ് തീറ്റയാണ്. ഈ കിടക്കണ സൈൻ 2θ ആണ്. സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയാൽ y ഈക്വൽ ടു 2θ. തീറ്റ ഇവിടുന്ന് കിട്ടും. തീറ്റ ഈക്വൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടി എഴുതി വയ്ക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. 3 വെച്ചിട്ടൊരു 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇത് നമുക്ക് നോക്കി നോക്കാം. ഇത് നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. 3 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഞാൻ ഇൻ്റഗ്രേഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, വെക്ടർ, 3D, റിലേഷൻസ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, പ്രോബിലിറ്റി, അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ചാപ്റ്റേഴ്സ് വെച്ചിട്ടൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ഡബിൾ പാസ് വാങ്ങണം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഈ ചോദ്യം എങ്ങനെ ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 3x - 1 ഡിവൈഡഡ് ബൈ x - 1 × x - 2 × x - 3. നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഇൻ്റഗ്രേഷൻ കുറച്ച് ടഫാണ്, പക്ഷേ ഇത് ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ആ ഒരു 3 മാർക്ക് കിട്ടും. പകുതി വരെ എഴുതിയാൽ നിങ്ങൾക്ക് ആ മാർക്കായി. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. സിമ്പിളാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, താഴെ 3 ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ താഴെ. അപ്പോൾ നമ്മൾ a/x - 1, b/x - 2, c/x - 3 ഇവരുടെ ഒക്കെ സെപ്പറേറ്റ് കണ്ടിട്ട് ആൻസർ
ഇങ്ങനെ ഇത് ഈ എയും ബിയും സിയും കിട്ടി 3 ഇൻ്റഗ്രേഷൻ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ ഉള്ളിലുള്ള 3x ഇവിടെയൊക്കെ dx ഉണ്ടാവും കേട്ടോ, ഇൻ്റഗ്രേഷൻ്റെ കൂടെ ഒക്കെ dx ഉണ്ടാവും. ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻ്റഗ്രേഷൻ്റെ കൂടെ ഒക്കെ dx എന്നുള്ളത് വരും. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഉള്ളിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള ആളെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക. ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, എക്ക് x-1 കൊടുക്കും, 3 ആളുണ്ട്, ബിക്ക് x-2 കൊടുക്കും, സിക്ക് x-3 കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ ഈ എയും ബിയും സിയും കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസറായി. അപ്പം നമുക്ക് എ ബി സി കണ്ടുപിടിക്കാം. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വെട്ടിപ്പോവും. ഈ താഴെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് മുകളിൽ എഴുതാം. ഈ താഴെയുള്ള x-1, x-2, x-3 ഇങ്ങനെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, x-1, x-2, ഈ താഴെയുള്ള 3 ആൾക്കാരെ മുകളിൽ എഴുതുക. x-1, x-2, x-3 ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇതാ ഇതേപോലെ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഒരേപോലെ അത് വെട്ടിക്കളയാം. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരേപോലെ അതൊക്കെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ ആരുള്ളൂ, 3x-1 എന്ന് മാത്രമേ ഇവിടെ വരുള്ളൂ. ഇവിടെയോ x-1 x-ഉം പോയിട്ട് എയുടെ കൂടെ ഇനി ആരാ വരിക, x-2ഉം x-3ഉം ആണ് വരിക. ബിയുടെ കൂടെയോ x-2 x-2 പോയിട്ട് ബാക്കി ബിയുടെ കൂടെ x-1ഉം x-3ഉം ആണ് വരിക. ഇവിടെയോ x-3 x-3 പോയിട്ട് സിയുടെ കൂടെ x-1ഉം x-2ഉം വരും. കണ്ടോ, അപ്പോൾ നമ്മൾ 3 ആൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ A/B/C/ എന്ന് എഴുതുക. എയും ബിയും സിയും കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ചോദ്യം 2 സൈഡ് ഇതുപോലെ എഴുതി, എന്നിട്ട് താഴെ ആരാണോ അതുകൊണ്ട് എല്ലാത്തിനും മുകളിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഒരേപോലുള്ളതൊക്കെ വെട്ടിപ്പോയി, താഴെ നിന്ന് മുകളിൽ നിന്ന് ഒരേപോലത്തെ വെട്ടിപ്പോയിട്ട് ഇങ്ങനെ കിട്ടി. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെ കിട്ടി. ഇതിൽ നമുക്കിനി എയും ബിയും സിയും കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ x-2 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണെങ്കിൽ എക്സിന് നമ്മൾ +2 ഇട്ട് കൊടുക്കുക. -2 ആണ് അവിടെ എടുക്കണേ. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കുക, +2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടൊരു x-2. അപ്പോൾ ഈ 2 ടേം മൊത്തത്തിൽ പോവും. എങ്ങനെയാ, ഇവിടെ -2 എന്നാണ്. സോ +2 എക്സിന് ഇട്ട് കൊടുത്താൽ 2 - 2 0, 2 - 2 0 ആയിട്ട് ഈ ടേം മൊത്തം പോവും. ഈ 2 ടേം മൊത്തം പോയി കിട്ടും. 0 വന്നാൽ പിന്നെ മൊത്തം 0 ആവുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഒരു -2 കൊടുക്കണം കണ്ടു എക്സിൻ്റെ കൂടെ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് +2 ഇട്ട് കൊടുക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് x-2 എന്നാണ്. അപ്പോൾ എക്സിന് +2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ടേമും ഈ x-2 വരുന്ന ഈ ആളും പോവും. ബാക്കി ആരുള്ളൂ, ഈ സൈഡിൽ 3x-1ഉം ഇപ്പുറത്ത് ഇവർ 2 ആളും പോയിട്ട് ബാക്കി b × x-1ഉം x-3 ഉണ്ടാവുള്ളൂ. ഇതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സിന് 2 ഇട്ട് കൊടുത്തേ. സോ 3 × 2 - 1, b × 2 - 1. എക്സിൻ്റെ പൊസിഷനിലൊക്കെ 2 2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 2 6 ആണ്. 6 - 1 5. ഇവിടെ b × 1 വരും. ഇവിടെ 2 - 3 എന്ന് പറഞ്ഞാൽ -1 വരും. സോ 1 × 1 × b എന്ന് പറഞ്ഞാൽ b മൈനസും വരും. മൈനസ് നമുക്ക് അപ്പുറത്തേക്ക് ഇട്ടാൽ ബിയുടെ വാല്യൂ കിട്ടി -5. കണ്ടോ, ബിയുടെ വാല്യൂ നമുക്ക് ഇത് ഇവിടുന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ബി നമുക്ക് കിട്ടി -5. അപ്പോൾ എന്താ ചെയ്തത്, ഇതാണ് നമ്മുടെ ആള്. നമ്മുടെ ആളെ ആരായിരുന്നു, 3x-1. ആ വലിയ സംഭവം ഇങ്ങനെ എടുത്ത് എഴുതുക കേട്ടോ. എയുടെ കൂടെ ഉള്ള ആൾക്കാരെ എഴുതുക, അതേപോലെ ബിയുടെ കൂടെ വരുന്ന ആൾക്കാരെ എഴുതുക, അതേപോലെ സിയുടെ കൂടെ വരുന്ന ആൾക്കാർ നമ്മളിങ്ങനെ വലുതാക്കി എഴുതി. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു x-2 കണ്ടു. -2 ആണ്. അപ്പോൾ +2 ഇട്ട് കൊടുക്കുമ്പോൾ ഇതുള്ള ഇയാളും പോയി ബാക്കിയുള്ളതിന് ഇട്ട് കൊടുത്തിട്ട് b കിട്ടി. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഇപ്പോൾ x-2 ഇതിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരാം. x-3 എന്ന് കിടക്കുന്നുണ്ട്.
അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? x-3 ആണ്. അപ്പോൾ എക്സിന് +3 ഇട്ട് കൊടുക്കും. മൈനസ് ആണെങ്കിൽ പ്ലസ്. അപ്പോൾ എന്തുണ്ടാവും? ഈ x-3 ഉള്ള ഈ ആളും x-3 വരുന്ന ഈ ആളും കട്ടായി പോകും. കാരണം 0 എന്ന് വരും ഇവിടെ. 3 എന്നല്ല നമ്മൾ ഇട്ട് കൊടുക്കണേ. സോ 3 - 3 0. അപ്പോൾ 0 ഇൻറ്റു ഇത് 0, ഇവിടെയും 0. ബാക്കി നമുക്ക് ആരുള്ളൂ? 3x-1. അതുപോലെ ഇവിടെ c ഇൻറ്റു x-1 ഇൻറ്റു x-2 എന്നാണ് വരിക. ഇവിടെ നമുക്ക് എക്സിന് 3 കൊടുക്കാം. സോ 3 ഇൻറ്റു 3 - 1. എക്സിൻ്റെ പൊസിഷനിലൊക്കെ 3 എന്ന് ഇട്ട് കൊടുക്കാം. ചെയ്യാം. 9 - 1 8. ഇവിടെ 2. 3 2 കുറയ്ക്കുമ്പോൾ 1. അപ്പോൾ 2c = 8. 1 ഇൻറ്റു 2 2c. c = 8/2 4. കണ്ടോ? സിയുടെ വാല്യൂ കിട്ടി 4. അപ്പോൾ നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? ബിയുടെ വാല്യൂ കിട്ടി. b -5 ആണ് കിട്ടി. ഇപ്പോൾ c 4 ആണ് കിട്ടി. കണ്ടോ? ഇനി ഇതേപോലെ നമുക്ക് ഈ 2 കേസ് കഴിഞ്ഞു. എക്സിന് -2, അപ്പോൾ +2 ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ 3 ഇട്ട് കൊടുത്തു. ഇനി ഇവിടേക്ക് വരാം. അപ്പോൾ ഈ 2 ആൾക്കാരുടെ കേസ് കഴിഞ്ഞു. ഇപ്പുറത്ത് x-1. അപ്പോൾ എക്സിന് +1 എന്ന് കൊടുക്കുക. അപ്പോൾ x-1 ഉള്ള ഈ ആളും പോവും. കണ്ടോ? എക്സിന് ഞാൻ +1 കൊടുത്താൽ 1 - 1 0. ഈ 2 ടേമിൽ x-1 ഉണ്ട്. ഈ 2 കേസിൽ എക്സിന് 1 കൊടുത്താൽ 0 0 എന്നായിട്ട് പോയി. ബാക്കി ഇവരുണ്ടാവുള്ളൂ. 3 ഇൻറ്റു x-1 = a ഇൻറ്റു x-2 ഇൻറ്റു x-3 ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് എക്സിന് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 ഇൻറ്റു 1 - 1 a ഇൻറ്റു 1 എക്സിൻ്റെ പൊസിഷനിലൊക്കെ നമുക്ക് 1 കൊടുത്താൽ ഇവിടെ എന്താവും? 3 ഇൻറ്റു 1 3 3 - 1 2. ഇവിടെ -1 -2. 1 ഇൻറ്റു 2 2 ആണ്. മൈനസും പോസിറ്റീവ് ആവും. സോ 2a = 2. അപ്പോൾ a = 2/2 1. അപ്പം എല്ലാം കിട്ടി. a 1 ആണ്. b -5 ആണ് കിട്ടി. c കിട്ടിയത് 4 ആണ്. ഇതൊക്കെ നമുക്കിനി ഇതിലിട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ചോദ്യം 3x-1 x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3 എന്നാണ്. dx ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിനെ നമുക്ക് 3 പീസാക്കി മാറ്റാം. a/x-1 dx, b/x-2 dx, c/x-3 dx. അതിൽ എയും ബിയും സി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. 1/x-1 dx. ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് -5 എന്നാണ്. സോ മൈനസ് പുറത്തേക്ക് ഇട്ടിട്ട് 5 ഇടാം. x-2 dx. സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 4 എന്നാണ്. സോ 4/x-3 dx കേട്ടോ. ഇങ്ങനായി. ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാം. ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്താണെന്ന് അറിയോ? 1 അവിടെ നിൽക്കട്ടെ. 1 ഇൻറ്റു ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ 1/ താഴെ എക്സ് വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, എക്സ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ കാണാം. ഇൻ്റഗ്രേഷനിൽ താഴെ എക്സ് ആണെങ്കിൽ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എഴുതിയാൽ മതി. ഈ 5 അവിടെ എഴുതണം. എന്നിട്ട് ലോഗ് മോഡ് x-2. ഈ 4 അവിടെ എഴുതണം. ലോഗ് മോഡ് x-3. ഇങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ ആൻസറായി. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്തത്? ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുക. ആദ്യം ഇതാണ് a/b/c/ എന്ന് എഴുതി. താഴത്തെ സംഭവങ്ങൾ അതേപോലെ മുകളിൽ കൊടുത്തു. ഒരുപോലെ അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് ബാക്കിയുള്ളത് എഴുതി. ഇനി ഇവിടെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഇങ്ങനെ വരിക. x-2 എന്ന് കാണാം. അപ്പം തന്നെ എക്സിന് +2 കൊടുത്തിട്ട് അതേപോലത്തെ 2 ആളവിടെ പോയിട്ട് ബാക്കിയുള്ളതിന് എക്സിന് 2 കൊടുത്ത് ഒരാളെ കിട്ടും. അതേപോലെ x-3 ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് +3 കൊടുത്ത്, അപ്പോൾ ഇതും പോവും. x-3 ഉള്ള ഇതും പോവും. ബാക്കി 2 ആൾക്കാരെ ഇവിടെ ഉള്ളത് എഴുതുക. അതിനിട്ട് കൊടുത്ത് കാണാം. അങ്ങനെ നിങ്ങൾ എയും ബിയും സിയും കണ്ടുപിടിക്കുക. ആ കിട്ടിയ ABC ഇങ്ങനെ എയും ബിയുടെ സിയുടെ അവിടെ ഇട്ട് കൊടുത്ത് ലോഗ് മോഡ് താഴത്ത് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യമാണ് ഇൻ്റഗ്രേറ്റ് e⁻x sin x. e⁻x sin x കണ്ടുപിടിക്കുക. ഇത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന്. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ ചോദിക്കാൻ ഇനി സാധ്യതയുള്ളൊരു ചോദ്യമാണ്.
ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാണ് ചോദ്യം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റൂളുണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് ആ റൂളിൻ്റെ പേര്. നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തിന് ഐ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ എഴുതി വരേണ്ടത് ഐ എന്ന് പറഞ്ഞിട്ടാണ്. തന്ന ചോദ്യത്തിന് ഐ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇ റേസ് ടു എക്സ് എപ്പോഴും ലാസ്റ്റുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനും എടുക്കുക. ഇ റേസ് ടു എക്സ് എന്ന് എവിടെ വന്നാലും അത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇ റേസ് ടു എക്സ് കേട്ടോ. ഇനി ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതാണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ പറയുന്നത് പോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന് റൂളുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലെ രണ്ട് ഫങ്ഷൻസ് ഇതുപോലെ ഇൻറ്റു ആയിട്ട് വന്നാൽ എന്താണ് റൂള്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന റൂളാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കണം. അത് ഇതാണ്. ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ രണ്ട് ഫങ്ഷൻസ് വന്നാൽ റൂൾ ഇതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് പഠിക്കണം. ഉണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എഴുതി അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഇതുണ്ട്, ഇത് തന്നെ ഇവിടെയും വരും, നടുവിൽ മൈനസ്. മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ ചെയ്യാം. ഐ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ ഒപ്പം ഡി എക്സ് എഴുതണം. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാനാണ്. ഡെറിവേറ്റീവ് ആണ് കേട്ടോ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയോ? കോസ് എക്സ് ആണ്. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രലാണ് ഡി എക്സ് ഇടാം. നോക്കി നിങ്ങൾ, ഈ ഇൻ്റഗ്രേഷൻ്റെ ആണ് ഡി എക്സ്, ഈ വലിയ ഇൻ്റഗ്രേഷൻ്റെ ഡി എക്സ് ഇവിടെ എഴുതുക. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഐ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തുതന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. പഠിക്കുക. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇനി ഇവിടെ എന്താവും? കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തുതന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയി. ഇ റേസ് ടു എക്സ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്തുതന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇതിൻ്റെ കണ്ടോ? ഇ റേസ് ടു എക്സ് ഇതിൻ്റെയും ഇ റേസ് ടു എക്സ് ആണ്. ഇനി വലുതിൻ്റെ ഡി എക്സ് ഇവിടെ എഴുതാം. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാ ഇവിടെ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് കിട്ടി. ഇവിടെ ഇപ്പോൾ ഇതാ വീണ്ടും രണ്ട് ഫങ്ഷൻസ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വന്നു. നമ്മുടെ ചോദ്യം പോലെ തന്നെ നമ്മുടെ ചോദ്യത്തിലെ ഇ റേസ് ടു എക്സും സൈനും ആണ്. അതേപോലെ ഇതാ ഇവിടെ ഇ റേസ് ടു എക്സ് കോസ് എന്ന് വന്നു. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് വീണ്ടും ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. മനസ്സിലായി? നമ്മുടെ ചോദ്യം ഇ റേസ് ടു എക്സ് സൈൻ ആണ്, അത് നമ്മൾ ഐ എന്ന് കൊടുത്തു. നമ്മുടെ ചോദ്യം അത് നമ്മൾ ചെയ്തു വന്നു. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വഴി ചെയ്തു വന്നപ്പോൾ ഇവിടെ വീണ്ടും അതേപോലെ ഇ റേസ് ടു എക്സും കോസ് എന്ന് വന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇതേ ചെയ്ത പോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. കണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇത് തന്നെ വീണ്ടും എഴുതി. നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇത് വെച്ചിട്ട് ഇവിടെ വീണ്ടും ചെയ്യണം. ഇനി നമുക്ക് ഐ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എഴുതി മൈനസ് ഇവിടെ എന്തായി? നമുക്കത് ഇവിടെ മൈനസ് ഈ വലിയ ബ്രാക്കറ്റ് ഇട്ടോ കേട്ടോ, കാരണം ഇവിടെ വീണ്ടും നമ്മൾ ചെയ്തതാണ്. കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഈ മൈനസ് കൂടി പ്ലസ്, എന്നിട്ട് ഇവിടെ എന്തായി? സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ. ഇനി വലുതിൻ്റെ ഡി എക്സ് എഴുതാം. ഇതാരാ? നമ്മുടെ ചോദ്യമാണ്. കണ്ടോ? സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് നമ്മുടെ ചോദ്യമാണ്, ഐ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഐ എന്നിട്ട് കൊടുക്കാം. സോ ഐ ഈസ് ഈക്വൽ ടു ഇത് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്. ഈ മൈനസ് ഇവിടെ കൊടുത്താൽ മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് ആയി. ഈ മൈനസ് ഇങ്ങോട്ടും വരും. ഈ മൈനസ് രണ്ടാൾക്കും കൊടുക്കണം കേട്ടോ. ഇനി ഇതാരാ? നമ്മുടെ ചോദ്യം. ഇൻ്റഗ്രേഷൻ ഉണ്ട് കേട്ടോ, ഇതിന് ഇൻ്റഗ്രേഷൻ ഇല്ല. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇ റേസ് ടു എക്സ് ആരാ? നമ്മുടെ ചോദ്യമാണ്, ഐ എന്ന് കൊടുക്കാം. ഈ മൈനസ് ഐ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഐ ആയിട്ട് 2i എന്നാവും. ഈ ഐയും കൂടി 2i ഈക്വൽ ടു
സൈൻ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് എന്നായി. ഇതിൽ നമുക്ക് ഐയുടെ വാല്യൂ എന്ത് കിട്ടും? ഐ ഈക്വൽ ടു 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2നെ താഴത്തേക്ക് ഇട്ടാൽ ആൻസറായി. ഐയുടെ ആൻസർ കിട്ടി സൈൻ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് ബൈ 2. ഇതാണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഇ റേസ് ടു എക്സ് സൈൻ എക്സാണ്. ഇതുപോലെ ഇ റേസ് ടു എക്സ് കോസ് എക്സ് ചെയ്താൽ ഇതുപോലെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇതന്നെ ഇവിടെ എഴുതുക. അതുപോലെ ഫസ്റ്റും സെക്കൻഡും ഡെറിവേറ്റീവ് ഒക്കെ എഴുതുക. അപ്പോൾ ഇവിടെ വീണ്ടും ഇതുപോലെ വേറൊരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരും, അത് ചെയ്യാം. മൈനസ് മൈനസ് പറഞ്ഞ് പ്ലസ് ആക്കുക. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കണം. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഐ കണ്ടുപിടിക്കുക. ഒന്ന് ചെയ്ത് പഠിക്കുക. എല്ലാവരും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇതൊരു ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിത്തെ ക്വസ്റ്റ്യൻ കണ്ടു, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കണ്ടു, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇത് കണ്ടു, ഇൻ്റഗ്രേഷൻ്റെ കണ്ടു. അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചോദ്യമാണ്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4 മാർക്ക്, ഇൻ്റഗ്രൽസ് ഒരു 6-7 മാർക്ക്, കണ്ടിന്യൂറ്റി ഒരു 10 മാർക്ക്, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നേക്കാണ്. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വളഞ്ഞ ഷേപ്പുള്ള ഒരാളാണിത്. ഓക്കെ, ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് താഴെ 25, വൈയുടെ താഴെ 16 എന്നൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിന് താഴെ 25 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടുന്ന് ഇവിടം വരെ 0 to 5 ആണ്. 5ൻ്റെ സ്ക്വയർ അല്ലേ 25. ഇവിടെ 0 to 4 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, താഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക, ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 പീസ് ഉണ്ടാവും എലിപ്സിന്. സോ 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യുക. 0 to 5 y dx. ഇതാണ് ഇവിടെ വരുന്ന ഇക്വേഷൻ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനത്തെ 4 പീസ് ഉണ്ടാവും, ഒക്കെ 0 to 5. ആദ്യം നിങ്ങൾ ഒരു പീസിൻ്റെ കാണാം. ഇൻ്റഗ്രൽ 0 മുതൽ 5 വരെ. ഇവിടെ 25 ആയതുകൊണ്ടാണ് 5 ആയത്. അപ്പോൾ 0 to 5 y dx ചെയ്യുക, ഏരിയ അങ്ങനത്തെ 4 എണ്ണം. y കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക, ഇൻ്റഗ്രേഷൻ ചെയ്താൽ ആൻസറായി. അപ്പോൾ ഇതിൽ നമുക്ക് y കണ്ടുപിടിക്കാം. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ ഇട്ട് കൊടുത്താൽ ആൻസറായി. ആദ്യം y എന്താണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 എന്നാണ്. ഇത് y കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വൈയുടെ ടേം ഇവിടെ നിർത്തുക. വൈ സ്ക്വയർ ബൈ 16 ഇവിടെ നിർത്തിയാൽ ബാക്കി 1ൻ്റെ അപ്പുറത്തേക്ക് ആര് പൊക്കോളും? എക്സ് സ്ക്വയർ ബൈ 25 പൊക്കോളും. ഇത് അങ്ങോട്ട് പോയി, 1ൻ്റെ അടുത്തേക്ക് ഇത് അങ്ങോട്ട് പോയി. ഇനി ഇവിടെ വൈ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യുക? ഈ 16 അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ 16 ഇൻറ്റോം താഴെയുള്ള ആൾ അങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. കണ്ടോ? ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? വൈ സ്ക്വയർ ഈക്വൽ ടു 16 ഇൻറ്റു ഇവിടെ താഴെ ഒന്നിട്ട് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു 25 25 മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ 1 ഇൻറ്റു 25 25. ഇനി നമുക്കിവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു 16ൻ്റെ താഴത്തേക്ക് 25ന് ഇടാം. ബാക്കി 25 മൈനസ് എക്സ് സ്ക്വയറിനും ഉണ്ട്. ഇതിന് ഇങ്ങോട്ട് ഇട്ടു. ഇതിന് വൈ അല്ലേ കണ്ടുപിടിക്കേണ്ട? വൈ കാണാൻ റൂട്ട് എടുക്കണം. റൂട്ട് 16 ബൈ 25 ഇൻറ്റു 25 മൈനസ് എക്സ് സ്ക്വയർ. ഇത് വൈ സ്ക്വയർ ആണ്. വൈ കാണാൻ റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് 16 എന്താ? 4. റൂട്ട് 25 എന്താ? 5. പിന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? 25 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് വൈ. ഈ വൈ അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്ത് ഇൻ്റഗ്രേഷൻ ആൻസർ കണ്ടാൽ സംഭവം നമ്മുടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ ചെയ്തത്? നമ്മൾ ആദ്യം എലിപ്സിൻ്റെ ഇക്വേഷൻ എടുത്തു, അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കണം. ആദ്യം വൈയുടെ ടേം അവിടെ നിർത്തുക, മറ്റേതിന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ 16 അങ്ങോട്ട് കൊണ്ടുപോയി താഴെന്ന് മുകളിലേക്കായി. ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് എഴുതി. ഈ 25 ഇപ്പുറത്തേക്കൊന്ന് ഒരുമിച്ച് എഴുതി. വൈ സ്ക്വയർ ആണത്. വൈ കാണാൻ റൂട്ട് എടുത്തു. റൂട്ട് 16ഉം റൂട്ട് 25 ഒക്കെ എഴുതി. മറ്റേതിന് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി. അപ്പോൾ വൈ കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഏരിയ കാണാൻ വൈ ഡി എക്സ് ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്കതിൽ വൈ കിട്ടിക്കഴിഞ്ഞു. സോ ഏരിയ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 വൈ. വൈ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 4/5 റൂട്ട് ഓഫ്. ഇപ്പോൾ കിട്ടിയ വൈ ഇട്ട് കൊടുക്കുക. 4/5
റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ ആ നമ്പറുകളൊക്കെ പുറത്തേക്ക് പോട്ടെ. 4 ഇൻറ്റു ഈ 4ഉം 5ഉം കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് പോട്ടെ. ബാക്കി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ 0 to 5 റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എവിടെയെങ്കിലും ആ ഇക്വേഷൻ എഴുതണ സൈഡിലെ ഇൻ്റഗ്രൽ റൂട്ടിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേഷൻ പിന്നെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ എയുടെ സ്ക്വയർ ഉണ്ട്. 5ൻ്റെ സ്ക്വയർ ആണല്ലോ 25, അപ്പം 5 ആണ് ഇവിടുത്തെ എ. ഈ 25 എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയറാ എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാ. അപ്പോൾ 25ന് ഭാഗം നമുക്ക് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. x/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷൻ ഏതിൽ മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു 4 4 കൂടി 16/5 എന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താവണം? ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ഏതാണ്? ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നാൽ ഏത് ഫോമില? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമിലാണ്. അങ്ങനെ വന്നാൽ എന്താ ഇക്വേഷൻ? x/2 x/2 റൂട്ട് ആ ചോദ്യം തന്നെ എഴുതാം. ചോദ്യം എന്താ? 25 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇനി എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ ഇവിടെ ആരാ? 25 ആണ്. അപ്പോൾ 25/2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. എക്സ് തന്നെയാണ്. എ എന്ന് പറഞ്ഞാൽ ആരാണ്? 5. എ സ്ക്വയർ ആണ് 25, എ അപ്പോൾ 5 ആണ്. ഇത് നമ്മൾ 0 to 5 കൊടുക്കുക. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം x/2 പിന്നെ ആ റൂട്ടിൻ്റെ ആ ചോദ്യം എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. എ 5ഉം എ സ്ക്വയർ 25 ആണ്. അപ്പോൾ എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. എ എന്ന് പറഞ്ഞാൽ 25 അല്ല 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എക്സിൻ്റെ അവിടെ ഒക്കെ 5 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുത്താൽ 0 ആണ്, 0 ഇട്ട് കൊടുക്കണമെന്നില്ല. സോ 16/5 ഇൻറ്റു ഇവിടെ എല്ലാ എക്സിൻ്റെ അവിടെ 5 ഇട്ട് കൊടുക്കാം. മുകളിലത്തെ വാല്യൂ ആദ്യം കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 5/2 എക്സിൻ്റെ അവിടെ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. കണ്ടോ? എല്ലാ എക്സിൻ്റെ അവിടെയും 5 കൊടുക്കാം. അപ്പോൾ ഇവിടെ 5/2 റൂട്ട് 25 മൈനസ് 5 സ്ക്വയർ. എക്സിന് 5 കൊടുത്ത 5 സ്ക്വയർ എന്താ? 25 പ്ലസ് 25/2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് 5/5. ഇനി 0 കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ ആദ്യം എക്സിനൊക്കെ 5 കൊടുത്തു, ഇത്. പിന്നെ 0 എല്ലായിടത്തും കൊടുക്കുമ്പോൾ മൊത്തം 0 ആയി പോകും. ആദ്യം മുകളിലത്തെ കൊടുക്കുക, പിന്നെ താഴത്ത് കൊടുക്കുക. ഇനി ഇവിടെ ഇത് 0 ആണ്. 25 മൈനസ് 25 0 ആണ്. ബാക്കി ഏരിയ ഈക്വൽ ടു 16/5 ഇൻറ്റു ഇവിടെ എന്താ? 25/2. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 5/5 എന്താ? 1 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ π/2 ആണ് കേട്ടോ. പഠിക്കുക. ഇവിടെ 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് 1 ആവും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ ആൻസർ എന്തായി? 25 5ഉം കട്ട് ചെയ്യുമ്പോൾ 5, 16ഉം ഈ 4ഉം കട്ട് ചെയ്യുമ്പോൾ 8. അപ്പോൾ 8 ഇൻറ്റു 5 ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16/5 ഇൻറ്റു 25/4 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 16ഉം 2 2 4ഉം ഉണ്ട്. അപ്പോൾ 4ഉം 16 നോക്കുമ്പോൾ 4 4 ഇൻറ്റു 5 20 20/16/5 എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആൻസർ 20π എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. എനിക്ക് 25ഉം 5ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ 5 എന്ന് എഴുതാം. പിന്നെ 16ഉം ഈ 2 2ഉം കൂടിയിട്ട് 4. 16/4 എന്ന് പറഞ്ഞാൽ 4. അങ്ങനെ 5ഉം 4ഉം കൂടി 20π. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ ഇങ്ങനെയാണിത് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഇൻ എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾട്ട് മെഷീൻ എ ബി സി മാനുഫാക്ചർ റെസ്പെക്റ്റീവ്ലി 25, 35 and 40% ഓഫ് ബോൾട്ട്. ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിലെ
മാനുഫാക്ചർ ചെയ്ത് കുറേ ബോൾട്ടുകളാണ്. നട്ടും ബോൾട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫാക്ടറിയിൽ കുറേ ബോൾട്ടുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. മെഷീൻ എ, മെഷീൻ ബി, മെഷീൻ സി എന്ന് പറഞ്ഞിട്ട് 3 മെഷീൻസാണ് ഉണ്ടാക്കുന്നത്. ഈ 3 മെഷീൻസ് ഉണ്ടാക്കുന്ന ബോൾട്ടുകളെ പെർസെൻറ്റേജ് ആണ് 25, 35, 40 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ബി സി നമുക്ക് കൊടുക്കാം. അപ്പോൾ തന്നിട്ടുള്ളത് ഓരോ മെഷീനും, ഇപ്പോൾ എ എന്ന് പറയുന്ന മെഷീൻ ഉണ്ടാക്കുന്നത് 25% ആണ്. 25നെ മാറ്റുമ്പോൾ 0.25 എന്നാവും. ഈ പെർസെൻറ്റേജ് മാറ്റുക, 100 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇപ്പുറത്തെ ഇതാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടാക്കുന്നത് 25% എന്ന് പറഞ്ഞാൽ എന്താ, 0.25 എന്ന് എഴുതാം. 25%നെ സാധാ രീതിയിലേക്ക് മാറ്റുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.25. അതേപോലെ ബി എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടാക്കുന്നത് 35% എന്ന് പറഞ്ഞാൽ 0.35 എന്ന് എഴുതണം. സി എന്ന് പറഞ്ഞ മെഷീൻ 40 ആണ്, അപ്പോൾ 0.40, 4 എന്ന് എഴുതിയാലും മതി, 40 എന്ന് എഴുതാം. അപ്പോൾ അതൊക്കെ പോയിന്റിലേക്ക് മാറ്റുക, പെർസെൻറ്റേജ് മാറ്റുക. ഓഫ് ദെയർ ഔട്ട്പുട്ട്, ഇനി ഇവർ തരുന്ന ഔട്ട്പുട്ടിലെ 5%, 4%, 2% റെസ്പെക്റ്റീവ്ലി ഡിഫക്റ്റീവ്ലി ബോൾട്ടാണ്. ഈ മെഷീൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് 25, 35 ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഓരോ മെഷീനിൽ നിന്നും തരുന്ന ഔട്ട്പുട്ടിൽ ചിലതൊക്കെ ഡിഫക്റ്റീവാണ്, പൊട്ട ബോൾട്ടുകളാണ്. അത് 5, 4, 2 ആണ്. അപ്പോൾ പൊട്ട ബോൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇവൻറ്റ് ഇ. ഗെറ്റിംഗ് ഡിഫക്റ്റീവ് ബോൾട്ട്, തെറ്റായ ബോൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവൻറ്റ്. അത് ഓരോരുത്തരും ഓരോ മെഷീനിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തെറ്റായ ബോൾട്ട് ഇ, ഡിഫക്റ്റീവ് ബോൾട്ട് എ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഡിഫക്റ്റീവ് ബോൾട്ട് ബി എന്ന് പറയുന്ന മെഷീനിൽ ഉണ്ടാവുന്നുണ്ട്. സി എന്ന് പറഞ്ഞ മെഷീനിൽ നിന്നും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ്? ഇതാ 5, 4, 2. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 5%, 4% ഒക്കെ നമ്മൾ മാറ്റണം. 5/100, 4/100, 2/100 ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ മെഷീനും എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കുന്നു അത് നമ്മൾ മാറ്റി 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. ഓരോന്നിനും ഡിഫക്റ്റീവ് ബോൾട്ടാണ് ഇ. ഇനി എന്താണ് അത് തന്നു, ഇതിനൊരു ബോൾട്ട് എടുത്തു. എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രൊഡക്റ്റ്. ഇതിൽ ഏതോ ഒരു മെഷീനിന് ഏതോ ഒരു ബൾബ് എടുത്തപ്പോൾ അത് ഡിഫക്റ്റീവായി. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി. ബി എന്ന് പറഞ്ഞ മെഷീനിൽ നിന്ന് നമുക്ക് ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടി എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. ബി എന്ന് പറഞ്ഞ മെഷീനാണ് നമുക്ക് ഡിഫക്റ്റീവ് ബോൾട്ട് തന്നത്. ഇതാണ് ചോദ്യം. മനസ്സിലായത്? ഇങ്ങനെ എഴുതാൻ പറ്റണം. ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം മെഷീൻ എ ബി സി എന്നുള്ള പെർസെൻറ്റേജുകൾ ആദ്യം എഴുതി, പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി. അതിൽ നിന്നുള്ള ഡിഫക്റ്റീവ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇ, പി ഓഫ് ഇ ഗിവൺ എ, ഇ ഗിവൺ ബി, ഇ ഗിവൺ സി എന്ന് എഴുതി. അത്രയും സംഭവം നമ്മൾ എഴുതി. ഇനി ഒരു ചോദ്യം എന്താണ്, ഒരു ബോൾട്ട് എടുക്കുന്നു, അത് മെഷീൻ ബിയിൽ നിന്നാവാനുള്ള സാധ്യത. ഇത് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു തിയർ ഉണ്ട്, ബേയസ് തിയർ എന്ന് പറയും. അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താ ബേയസ് തിയർ എന്നറിയോ? ആദ്യം പി ഓഫ് ബി ഇൻറ്റു, ഇതിനെ തിരിച്ചിടുക, പി ഓഫ് ഇ ഗിവൺ ബി. ഇതാണ് മുകളിൽ വരിക. താഴെയോ ഇതേപോലെ മൂന്ന് കേസ് എഴുതാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ എ പ്ലസ്, ഇനി ബിയുടെ വീണ്ടും എഴുതുക, പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ ബി. ഇതേപോലെ സിയുടെ എഴുതുക, പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഇ ഗിവൺ സി. കണ്ടോ? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം പി ഓഫ് ബി എഴുതും, ഇതിനെ തിരിച്ചിട്ടത് എഴുതും. ഇത് തന്നെ എയുടെയും ബിയുടെയും സിയുടെ ടോട്ടൽ ഇതുപോലെ താഴെ എഴുതും. ഇതൊക്കെ നമുക്ക് അറിയണ വാല്യൂസാണ്. പി ഓഫ് ബി അറിയാം, പി ഓഫ് ഇ ഗിവൺ ബി അറിയാം. ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ വാല്യൂസൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം. പി ഓഫ് ബി നമുക്ക് 0.35 ആണ്. മറ്റേത് ഇ ഗിവൺ ബി നമുക്ക് തന്നിട്ടുണ്ട്, അത് 0.04 ആണ്. അങ്ങനെ ഈ എല്ലാ വാല്യൂസും നമുക്ക് നേരത്തെ തന്നതിലുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഓരോരോ പീസായിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, തെറ്റിക്കരുത്. ഇതേപോലെ ഓരോരോ പീസായിട്ട് അങ്ങോട്ട് ചെയ്യാം. ആദ്യം ഇത് ചെയ്യാം, പിന്നെ ഇത് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഒപ്പം എഴുതുക. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്ന് ഒപ്പം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആൻസർ വരെ 28/69 എന്നായിരിക്കും പോയിൻ്റ് ആയിട്ട് ആൻസർ വരാം. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ പ്രോബബിലിറ്റി, ഇൻറ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, കണ്ടിന്യൂറ്റി, റിലേഷൻസ്, അതിലൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഒക്കെ 4 മാർക്ക് 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങളായിരുന്നു. ബാക്കി നമുക്കിനി ഡബിൾ പാസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.